പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നമ്മുടെ നാടിന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഖഫ്. വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിലേക്കുള്ള സമർപ്പണം എന്നാണ്. ഒരു ഇസ്ലാമിന് അവന്റെ സ്വത്തുക്കൾ അള്ളാഹുവിന്റെ ആവശ്യത്തിന്, ഇസ്ലാമിക ആവശ്യത്തിനു വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്ന ഒന്നായിട്ടാണ് വഖഫിനെ കണക്കാക്കുന്നത്. ആ വഖഫിൽ എന്തൊക്കെയാണ് ഭേദഗതികൾ വരുത്തുന്നത്? നമ്മുടെ നാട്ടിൽ BJPയെയും നരേന്ദ്രമോദി സർക്കാരിനെയും വിമർശിക്കുന്ന, എതിർക്കുന്ന ആളുകൾ പൊതുവെ പറയാറുണ്ട്, മുസ്ലിങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഭാരതത്തിൽ ഒത്തിരി നിയമങ്ങൾ വരുന്നു, മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്നു, മുത്തലാഖ് നിരോധിക്കുന്നു, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു, ഇപ്പോൾ ഇതാ വഖഫ് നിയമം ഭേദഗതി ചെയ്യുവാൻ പോകുന്നു, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു. ഇതൊക്കെ മുസ്ലിങ്ങളുടെ അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമല്ലേ? ഇതൊക്കെയാണ് ചോദ്യം. പഠിക്കാത്തത് കൊണ്ടാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. RSSന്റെ പ്രചാരകനായ നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ രാജ്യത്തെ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാജ്യം ഒരുപാട് പുരോഗതി നേടിയിട്ടുണ്ട്. എന്നാൽ RSSന്റെ പ്രചാരകനായി പിന്നീട് BJPയിലേക്ക് വന്നു. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. അതിനു മുമ്പ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇതെല്ലാം തന്നെ കൂട്ടി വായിച്ചിട്ട് ഒടുവിൽ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വിഭാഗം പറയുന്നത് ഇദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരാണ് എന്നാണ്. അവിടെയാണ് നമ്മൾ ഒന്നിനെ എതിർക്കുന്നുവെങ്കിൽ ഗ്രന്ഥകാരനേക്കാൾ അറിവ് നിരൂപകനുണ്ടാകണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതാണ് ആമുഖം. അപ്പൊ നമുക്ക് വഖഫിൽ വരുന്ന ഭേദഗതികൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് പരിശോധിക്കാം. 15 ഭേദഗതികളാണ് പ്രധാനമായിട്ട് വഖഫിൽ വരുന്നത്. അപ്പൊ വഖഫിന്റെ ചരിത്രം ആദ്യം പരിശോധിക്കുമ്പോൾ സ്വതന്ത്ര ഭാരതത്തിലെ ചരിത്രമാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് 1947 ഓഗസ്റ്റ് 15 ഭാരതമാതാവ് വിഭജിക്കപ്പെട്ടു. മുസ്ലിം പാകിസ്ഥാനും മതേതര ഇന്ത്യയും ഉണ്ടായി. ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിൽ അള്ളാഹുവിന്റെ ഖുറാനിൽ പറയും പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഭാരതത്തെ വെട്ടിമുറിച്ച് ഇസ്ലാമിന് ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് 1930കൾക്ക് ശേഷം ജിന്നയും അലി സഹോദരന്മാരും എല്ലാവരും പറയുകയും ആ സമരം ആളിപ്പടർന്ന് രക്തരൂക്ഷിതമായ ഹിന്ദു വംശഹത്യയിലേക്ക് നയിക്കുകയും 1946 ഓഗസ്റ്റ് മാസം പ്രത്യക്ഷ സമര പരിപാടി മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുകയും നവഗാലിയിലും കൽക്കത്തയിലുമൊക്കെ പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെടുകയും ചെയ്തതോടുകൂടി 1947 ഓഗസ്റ്റ് 15 നമ്മുടെ നാട് വിഭജിക്കപ്പെട്ടു. എന്നെ വെട്ടിമുറിച്ചതിന് ശേഷം മാത്രമേ ഭാരതത്തെ വെട്ടിമുറിക്കൂ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ കൺമുന്നിൽ വെച്ച് ഭാരതമാതാവ് വെട്ടിമുറിക്കപ്പെട്ടു. ലീഗ് ഒരു ചത്ത കുതിരയാണ്, വിഭജനം ജിന്നയുടെ ദിവാസ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ മുന്നിൽ വെച്ച് ഭാരതമാതാവ് വെട്ടിമുറിക്കപ്പെട്ടു. നമുക്ക് ആ റിയാലിറ്റിയെ ഉൾക്കൊള്ളാം. എന്നാൽ പാകിസ്ഥാനിൽ പെട്ടുപോയവരായിരുന്നു ഹിന്ദുക്കൾ. പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ അത് ചോദിച്ചു വാങ്ങിയവരായിരുന്നു. പെട്ടുപോയ ഹിന്ദുക്കൾ ജീവരക്ഷാർത്ഥം ഭാരതത്തിലേക്ക് ഓടി. 1,65,00,000 ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അന്ന് ഇന്ന് കാണുന്ന പാകിസ്ഥാൻ ഭൂപ്രദേശത്ത്. ജനസംഖ്യയിൽ 24%. 1,05,00,000 ആളുകൾ അഭയാർത്ഥികളായിട്ട് ഭാരതത്തിലേക്ക് വന്നു എന്ന് ഭാരത സർക്കാർ 1948-50 കാലഘട്ടത്തിലെ കണക്ക് പ്രകാരം പറഞ്ഞു. 40 ലക്ഷം ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട് എന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ 1,45. അപ്പൊ 15 ലക്ഷം ഹിന്ദുക്കൾ എവിടെ പോയി? കണക്ക് പറയുന്നത് 9 ലക്ഷം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നാണ്. സത്യത്തിൽ 15 ലക്ഷം ഹിന്ദുക്കളാണ് വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കണം. അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഓടിപ്പോയ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ ഭൂസ്വത്ത് ജിന്ന മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. അതേസമയം പഞ്ചാബിന്റെ പകുതിയും ബംഗാളിന്റെ പകുതിയൊക്കെ വെട്ടിമുറിച്ചാണല്ലോ പാകിസ്ഥാൻ ഉണ്ടായത്. അപ്പം പഞ്ചാബിൽ നിന്നും ഭാരതത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ നാടെന്നാണ്. ആ വിശുദ്ധ നാടിലേക്ക് പലായനം ഉണ്ടായിരുന്നു. സ്വമേധയാ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്വന്തം അള്ളാഹുവിന്റെ നാട്ടിൽ താമസിക്കണം, ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ജീവിക്കണം, ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോയപ്പോൾ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി മുസ്ലിങ്ങളുടേത് ഭാരതത്തിൽ അവശേഷിച്ചു. അപ്പൊ സ്വമേധയാ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്ത് ഭാരത സർക്കാർ സ്വദേശീവൽക്കരണം നടത്തുന്നതിന് പകരം 1954 ഈ സ്വത്തുക്കളെല്ലാം കൂട്ടിവെച്ച്
വഖഫ് ബോർഡ് ഉണ്ടാക്കിയാണ് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയ്തത്. അതായത് മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയ സ്വത്തുകൾ ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ നിയമമാണ് സ്വതന്ത്ര ഭാരതത്തിൽ 1954 വഖഫ് ബോർഡ് വന്നത്. അപ്പൊ ആ വഖഫ് ഒരു കോടതി തന്നെയാണ്. ആ വഖഫ് മജിസ്ട്രേറ്റ് ഉണ്ട്, വഖഫ് ട്രിബ്യൂണൽ എന്നാണ് പറയുക. അപ്പോൾ ഒരു കോടതിയുടെ എല്ലാ അധികാരങ്ങളും, കോടതിക്ക് മേലെ അധികാരവും ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് വഖഫ് മാറി. 1995 നരസിംഹറാവുവിന്റെ കാലത്തും 2013 മൻമോഹൻ സിംഗിന്റെ കാലത്തും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, അതായത് കേട്ടാൽ നമ്മൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള അധികാരങ്ങൾ വഖഫ് ബോർഡിന് മുസ്ലിങ്ങളെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ഈ 15 പോയിന്റുകൾ പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റ്, ഇതിന്റെ പേര് മാറുന്നു. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നായിട്ട് ഇതാണ് ഇതിന്റെ ആക്ട്, ഇപ്പൊ വരാൻ പോകുന്ന ഭേദഗതി. രണ്ടാമത്തെ കാര്യം, 5 വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച ഒരു വ്യക്തിക്ക് സ്വന്തം പേരിലുള്ള സ്വത്തുക്കൾ മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ. അതായത് നിലവിൽ നിങ്ങൾ ഇന്ന് മതം മാറി മുസ്ലിമായാൽ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി അങ്ങോട്ട് സമർപ്പിക്കാം. വഖഫ് സമർപ്പണം എന്ന് പറയുന്നത് വാക്കാൽ മതി, രേഖകളുടെ ആവശ്യമില്ല. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഇപ്പൊ ഞാൻ മതം മാറി ഇസ്ലാമായി, എന്റെ സ്വത്ത് മൊത്തത്തിൽ ഞാൻ ഇസ്ലാമിന് സമർപ്പിക്കുമ്പോൾ എന്റെ കുടുംബം മതം മാറാൻ തയ്യാറില്ല എങ്കിൽ അവർ പെരുവഴിയിലാവില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ മതം മാറി 5 വർഷം ആ മതത്തിൽ ജീവിച്ച് മതത്തെ അറിഞ്ഞതിനു ശേഷം മാത്രമേ അയാൾക്ക് അള്ളാഹുവിന് വേണ്ടി സ്വത്ത് സമർപ്പിക്കാൻ കഴിയുള്ളൂ എന്നതാണ് ഭേദഗതിയിൽ പ്രധാനം. മൂന്നാമത്തേത്, സ്ത്രീകളുടെ സ്വത്ത് അവരുടെ സമ്മതമില്ലാതെ വഖഫ് ചെയ്യരുത്. ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം പുരുഷനേക്കാൾ എത്രയോ താഴെയാണ്. ഇപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീ MLA ആയിട്ടുണ്ടോ, MP ആയിട്ടുണ്ടോ, മന്ത്രി ആയിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയാകാം, പ്രധാനമന്ത്രിയാകാം, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം, MLA ആകാം, MP ആവാം, എന്തും ആവാം. പുരുഷനുള്ള എല്ലാ സ്ഥാനങ്ങളും സ്ത്രീക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സ്വത്ത് പുരുഷന് വഖഫ് ചെയ്യാമായിരുന്നു. മകളുടെ സ്വത്ത് ബാപ്പയ്ക്ക് ചെയ്യാം, ഭാര്യയുടെ സ്വത്ത് ഭർത്താവിന് ചെയ്യാം. ഇങ്ങനെയുള്ള പല നിയമങ്ങളും അതിലുണ്ടായിരുന്നു. അത് ഇനി മുതൽ പറ്റില്ല. സ്ത്രീകളുടെ സ്വത്ത് വഖഫ് ചെയ്യണമെന്നൊരു മുസ്ലിം സ്ത്രീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് മാത്രമേ, അവരുടെ സമ്മതമില്ലാതെ അത് ചെയ്യാൻ പാടില്ല. നാലാമത്തേത്, വഖഫ് ബൈ യൂസർ എന്ന അവകാശം ഉപയോഗിച്ച് വാടകക്കാരനോ ലീസിനെടുത്ത ആളോ അത്തരം വസ്തുക്കൾ വഖഫ് ചെയ്യരുത്. ഒരു കാടൻ നിയമമായിരുന്നു ഇത്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന നിയമമായിരുന്നു. ഒരു ഹിന്ദുവിന്റെ കെട്ടിടം മുസൽമാന് വാടകയ്ക്ക് കൊടുത്തു. അയാൾ 2 വർഷം അവിടെ വാടകയ്ക്ക് തന്നു, കൃത്യമായി വാടകയ്ക്ക് തന്നു. അയാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ അയാൾ പറയുന്നു ഇത് വഖഫ് ചെയ്തു എന്ന്. ഇത് ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുമ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കില്ലേ? പ്രിയമുള്ളവരെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ നിയമ ലോകസഭയിലും രാജ്യസഭയിലും പാസ്സായിട്ട് നിയമമായില്ല എങ്കിൽ ഈ കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അധ്വാനിച്ചുണ്ടാക്കിയ കെട്ടിടം വാടകയ്ക്ക് മുസൽമാന് കൊടുത്ത് അവൻ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കെ അവന് അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാം. അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഓണർക്ക് അതിന്റെ മുകളിൽ യാതൊരു അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല. വെള്ളരിക്ക പട്ടണമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. നമ്മുടെ കോൺഗ്രസിന്റെ ഭാരതം വെള്ളരിക്ക പട്ടണമാണ്. മുസ്ലിങ്ങൾക്ക് എന്തും നടക്കും. മുസ്ലിങ്ങളുടെ എല്ലാ വാശിക്കും അവർ നിന്നു കൊടുക്കും. മുസ്ലിങ്ങൾ പറയുന്നതിനപ്പുറം അവരൊന്നും ചെയ്യില്ല. അവർക്ക് മുസ്ലിങ്ങളെ വല്ലാത്ത ഭയമാണ്. മുസ്ലിങ്ങളുടെ സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടി എന്ത് തറവേലയും അവർ ചെയ്യുവാനും തയ്യാറാണ്. ഇതാണ് ഈ പറയുന്ന, ആലോചിച്ച് നോക്കൂ, വാടക കെട്ടിടം വഖഫ് ചെയ്യുന്ന നിയമം നിലവിലുണ്ട്. അതിനെയാണ് ഭേദഗതി ചെയ്യാൻ പോകുന്നത്. ഇനി അഞ്ചാമത്തേത്, ഇതുവരെ വഖഫ് സ്വത്തുകൾ സർവേ ചെയ്യുന്നത് വഖഫിന്റെ സ്വന്തം സർവേ കമ്മീഷൻ ആയിരുന്നു എങ്കിൽ ഇനി മുതൽ അത് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന സർവേയർ ആയിരിക്കും. അതായത് വഖഫ് സ്വത്തുകൾ സർവേ ചെയ്യുക. തർക്കമുണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ ആരാണ് സ്വാഭാവികമായിട്ട് അളക്കുക? നമ്മൾ കളക്ടർ നിശ്ചയിക്കുന്ന, കോടതി നിശ്ചയിക്കുന്ന ഒരു സർവേയർ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഭൂമി തർക്കം ഉണ്ടായി, ഏട്ടനും അനുജനും തമ്മിലായിരുന്നു ആ തർക്കമെങ്കിൽ നമ്മൾ എവിടെയാണ് സമീപിക്കുക? ആദ്യം പോലീസ് സ്റ്റേഷൻ, പിന്നെ കോടതിയിലെത്തിയാൽ കോടതിയാണ് സർവേയറെ വിടുക. അങ്ങനെ അത് അളന്ന് തിട്ടപ്പെടുത്തി അതിനുശേഷം കോടതി തീരുമാനിക്കും ഇത് ഏട്ടനോ അനുജനോ ഉള്ളത് എന്ന്. സ്വാഭാവികമല്ലേ? പക്ഷെ ഇവിടെ സർവേയർ വരുന്നത് വഖഫ് കോടതിയിലെ സർവേയറാണ് വരിക. അപ്പൊ അയാളുടെ എല്ലാ സർവേയും ആർക്ക് അനുകൂലമായിരിക്കും? ഇസ്ലാമിന് അനുകൂലമായിട്ട് മാത്രമേ അയാൾ അത് ചെയ്യുള്ളൂ. ഇനി അത് പറ്റില്ല, ജില്ലാ കളക്ടർ നമ്മുടെ എല്ലാവരുടേതുമാണ്.
ഒരു ജില്ലയുടെ കളക്ടർ ജില്ലയുടെ മജിസ്ട്രേറ്റ് കൂടിയാണ്. അപ്പൊ ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന ആളായിരിക്കും ഇനി സർവേ നടത്തുക. ആറാമത്തേത്, ഇതുവരെ വഖഫ് ബോർഡിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുതൽ അതിനു പകരം സുന്നി, അഖാഖാനി ഷിയ, ബോറി അഹമ്മദിയ, ജമാഅത്തെ എന്നീ മുസ്ലിം വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തും. ഏറ്റവും കൂടുതൽ ജാതീയത ഇന്ന് നിലനിൽക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിലാണ്. പുലയനും പറയനും നായരും നമ്പൂതിരിയുമായിട്ട് ഹിന്ദുക്കൾ തമ്മിൽ തല്ലിയ കാലഘട്ടത്തിൽ പോലും ഹിന്ദുക്കൾക്ക് ഒരു ശബരിമല, ഒരു വൈക്കം, ഒരു കാടാമ്പുഴയാണ്. ദൈവത്തിന്റെ പേരിലോ ഗ്രന്ഥത്തിന്റെ പേരിലോ ഹിന്ദുക്കൾക്കിടയിൽ ഒരു സംഘർഷം അന്നുമില്ല ഇന്നുമില്ല. എന്നാൽ മുസ്ലിങ്ങൾ സുന്നിയുടെ പള്ളിയിൽ ജമാഅത്തുകാരൻ പോവില്ല, ജമാഅത്തുകാരന്റെ പള്ളിയിൽ മുജാഹിദുകാരൻ പോവില്ല. ഷിയായുടെ പള്ളിയിൽ സുന്നി പോയാൽ കലാപമായിരിക്കും. ഇനി സുന്നി പള്ളിയിൽ ഷിയ വന്നാൽ അവൻ ജീവനോടെ തിരിച്ചു പോവില്ല. അങ്ങനെ അഹമ്മദിയ, സുന്നി ഒരുപാട് വിഭാഗങ്ങളിലായിട്ട് വലിയ അകൽച്ചയിലാണ്. എന്നാൽ ഈ വഖഫ് ബോർഡിൽ നിലവിൽ സുന്നികൾ മാത്രമേ ഉള്ളൂ. സുന്നികളാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിൽ ഉള്ളത്. അപ്പൊ സുന്നികൾ മാത്രം പോരാ, മറ്റ് വിഭാഗത്തിൽ പെടുന്ന മുസ്ലിങ്ങൾ കൂടി ഈ ബോർഡിൽ ഉണ്ടാകണം എന്നതാണ് ആറാമത്തേത്. ഏഴാമത്തേത്, ഇതുവരെ വഖഫ് ബോർഡിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇനി മുതൽ 2 സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തും. അപ്പം വഖഫ് ബോർഡ് 22 അംഗ സമിതിയാണ് എങ്കിൽ അതിൽ 2 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം. അപ്പൊ സ്ത്രീ ഒന്നിനും വേണ്ട, നീ അടുക്കളയിൽ കിടന്നാൽ മതി, സ്ത്രീ പുരുഷന്റെ കൃഷിസ്ഥലമാണ്, നീ പ്രസവിക്കുക, കുട്ടികളെ ഉണ്ടാക്കുക, ഈ പരിപാടി മാത്രമേ നിനക്കുള്ളൂ എന്ന് പറയുന്ന മതനിയമത്തിൽ നിന്നും വിരുദ്ധമായിട്ട് മതത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുവാൻ സ്ത്രീ കൂടെ വേണം എന്നാണ് നരേന്ദ്രമോദി സർക്കാർ പറയുന്നത്. 8ാമത്തേത്, ഇനി മുതൽ വഖഫ് ബോർഡിൽ അമുസ്ലിം മെമ്പർമാരും ചേർക്കും. എന്താണ് കാരണം? ഇന്ത്യയിൽ ധാരാളം അമുസ്ലിം വസ്തുക്കൾ വഖഫ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് വഖഫ് ബോർഡ് 954 ഉണ്ടാക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ ഏകദേശം 6 ലക്ഷത്തോളം ഏക്കർ ആയിരുന്നു ഭൂമിയെങ്കിൽ ഇന്നത് 9.5 ലക്ഷത്തോളം ഏക്കറാണ്. അപ്പൊ ഈ 3.5 ലക്ഷത്തോളം ഏക്കർ ഭൂമി പലയിടത്തുനിന്നും വ്യാജമായിട്ട് ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് കൈക്കലാക്കിയാണ്. ഉദാഹരണത്തിന് വടകര ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻവശത്ത് കൈലാസ് ഹോട്ടൽ നടത്തുന്ന ശ്രീധരേട്ടന് വഖഫ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അവിടെ 4-5 ഷോപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 1-2 മുസ്ലിം ഷോപ്പുമാണ്. അപ്പൊ ശ്രീധരേട്ടൻ 65 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് കച്ചവടം നടത്തുന്ന ആ ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണം, ഇത് വഖഫിൻ്റെതാണ് എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇതായത്? ഇതിന്റെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ താമസിക്കുന്നു, നിങ്ങളുടെ പേര് നാരായണൻ എന്നാണ്, നിങ്ങൾ 10 സെന്റ് പുരയിടത്തിലാണ് താമസിക്കുന്നത്. നാരായണൻ 10 വർഷമായിട്ട് അവിടെ താമസിക്കുന്നു. പക്ഷെ നാരായണൻ ഈ സ്വത്ത് വാങ്ങിയത് ഗംഗാധരനിൽ നിന്നാണ്. ഗംഗാധരന് 20 വർഷം കയ്യിൽ വെച്ച സ്വത്താണ് നിങ്ങൾ വാങ്ങിയത്. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് വഖഫ് നോട്ടീസ് നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ പതിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഇത് വഖഫ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ആരിൽ നിന്നാണ് ഇത് വാങ്ങിയത്? ഞാൻ ഗംഗാധരൻ നിന്നുമാണ്, ഗംഗാധരനും ഹിന്ദുവാണ്, അയാളും വഖഫ് ചെയ്തിട്ടില്ല. അങ്ങനെ പിറകിലേക്ക് അന്വേഷിക്കുമ്പോൾ 4ാമത്തെ കണ്ണി ഒരു ഇസ്മായിൽ അല്ലെങ്കിൽ ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന ഒരാളുടെ സ്വത്തായിരുന്നു. ഇതൊരു മുസ്ലിമിന്റെ സ്വത്തായിരുന്നു എങ്കിൽ ആ ഇബ്രാഹിം ഇത് വഖഫ് ചെയ്തിട്ടുണ്ട്. 50 കൊല്ലം മുമ്പ് നിങ്ങൾ ഇന്ന് താമസിക്കുന്ന ഈ പറയുന്ന വീടും പുരയിടവും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ആര്? ഈ പറയുന്ന ഇബ്രാഹിം. അത് രേഖയുണ്ടോ? രേഖയുണ്ട്. ഇബ്രാഹിമിന്റെ സുഹൃത്തായ അന്ത്രുമാനും ഇന്നയാളും ഇത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് വാക്കാൽ കരാറാണ്. ഈ വഖഫ് സ്വത്തുക്കൾ സമർപ്പണം ചെയ്യുവാൻ 500 രൂപയുടെ മുദ്ര പേപ്പറിന്റെ ഒരാവശ്യമില്ല. ഞാനിത് അള്ളാഹുവിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതായത് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് തലാക്ക് 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 എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിന്റെ പേരാണ് ട്രിപ്പിൾ തലാക്ക്, മുത്തലാക്ക്. അതാണ് ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചത്. അതായത് 4 മക്കളെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും സംശയം ഭാര്യയുടെ പേരിൽ തോന്നിയാൽ, ഈ കുടുംബ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതങ്ങളൊക്കെ കോടതിയിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കോടതി ഈ ജീവനാംശവും കാര്യങ്ങളൊക്കെ വിധിക്കും. ഇസ്ലാമിൽ അത് പാടില്ല, ജീവനാംശം വിധിക്കാൻ പാടില്ല. അതായത് ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കുവാൻ ശരീരത്ത് നിയമത്തിൽ വകുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 1 കെട്ടും 2 കെട്ടും, തെറ്റിയാൽ നമ്പൂരിച്ചന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞിട്ട് EMS-നെതിരെയുള്ള മുദ്രാവാക്യവും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം കാടൻ നിയമങ്ങൾ പരിഷ്കരിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് നിങ്ങളുടെ സ്വത്ത് 50 വർഷം മുമ്പ് ഇന്നേ ഒരാൾ മുസ്ലിം ആയിരുന്നു, അയാൾ വഖഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഇനി പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സ്വത്ത് ഇപ്പൊ മുനമ്പത്ത് ക്രിസ്ത്യാനികളുടെ ഭൂമിയാണ്. ഇപ്പൊ വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നു അവിടെയുള്ള 600 കുടുംബങ്ങളും ഒഴിഞ്ഞു പോകണം, എന്നിട്ട് അത് മുസ്ലിങ്ങൾക്ക് തിരിച്ചു തരണം, വഖഫ് ബോർഡിന് തരണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനെ ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നു ഞങ്ങൾ ഈ പറയുന്ന മുനമ്പത്തെ പാവപ്പെട്ടവനൊപ്പമാണ്. പക്ഷേ വഖഫ് നിയമത്തെ ഭേദഗതിക്കെതിരെ അവര് ലോകസഭയിൽ വോട്ടും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഇരട്ടത്താപ്പാണ്. അവർക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഇല്ല, വ്യക്തിത്വം ഇല്ലാതെ പോകുന്നു എന്നാണ് അതിന്റെ കാരണം.
അപ്പോൾ ഒരുപാട് അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ വഖഫ് ചെയ്യപ്പെട്ടു പോയത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി 9ാമത്തേത്, ഇപ്പോൾ വഖഫ് ചെയ്തിരിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് ഒരു രജിസ്റ്റർ ഇല്ല. അതിനായി ഒരു സെൻട്രൽ പോർട്ടൽ നിലവിൽ വരും. അതിൽ മാത്രമേ വഖഫ് സ്വത്തുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൃത്യമായ ഡാറ്റാബേസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കുന്നതാണ്. വഖഫ് ബോർഡിന് ഈ പറയുന്ന 9 ലക്ഷം ഉണ്ട്. ഒരു 6 ലക്ഷം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്നെ കൂട്ടാം. 6 ലക്ഷം ഏക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ 6 ലക്ഷം ഏക്കർ ഭൂമിയിൽ എത്ര വരുമാനമുണ്ട്, അതെവിടെയൊക്കെയാണുള്ളത്, ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയും നിലവിലില്ല. ഇതൊക്കെ കുറച്ചാളുകളുടെ കയ്യിലൂടെ ശരിക്കും അഴിമതിയിലൂടെ മുന്നോട്ട് പോകപ്പെടുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് ഡിജിറ്റൽ സർവേയിലൂടെ ഇതെല്ലാം മനസ്സിലാക്കി അതെല്ലാം കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക സൈറ്റ് തയ്യാറാക്കി അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 10ാമത്തേത്, ആരുടെയെങ്കിലും ഭൂമി വഖഫ് ചെയ്യുന്ന പക്ഷം അയാളെ മുൻകൂട്ടി അറിയിച്ച് അയാൾക്ക് പറയുവാനുള്ള വാദമുഖങ്ങൾ കേട്ടതിനു ശേഷം മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെയാണ് ഒരു കുടുംബം, ആ കുടുംബത്തിൽ ബാപ്പയുടെ സമ്മതമില്ലാതെ മകന് സ്വത്ത് വഖഫ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എന്നാൽ ഈ നിയമ ഭേദഗതി വരുന്നതോടുകൂടി ഒരാളുടെ സ്വത്ത് വഖഫ് ചെയ്യുന്നു എങ്കിൽ അതിന്റെ കാര്യകാരണ സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കി മുൻകൂട്ടി അറിയിച്ച് അത് കേട്ടതിന് ശേഷം മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. 11, ഇതുവരെ വഖഫ് സ്വത്തുകളിൽ തർക്കമുണ്ടായാൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രിബ്യൂണൽ തന്നെ ആയിരുന്നു. എന്നാൽ ഇനി മുതൽ അത് ഇന്ത്യൻ കോടതിയുടെ കീഴിലേക്ക് വരും. അക്കാര്യത്തിൽ അപ്പീൽ കൊടുക്കുവാൻ ഹൈക്കോടതിയിൽ 90 ദിവസം എന്ന സമയപരിധിയും നിശ്ചയിക്കും. ആലോചിച്ച് നോക്കൂ, എന്തൊരു തോന്നിയാസായിരുന്നു. ഹിന്ദുവായ എന്റെ സ്വത്ത് വഖഫിന്റെ പേര് പറഞ്ഞിട്ട് ഒരാൾ തട്ടിയെടുത്തു. ഞാൻ ഏത് കോടതിയിൽ പോകണം? ഞാനിവിടെ സെഷൻസ് കോടതിയുണ്ട്, കീഴ്ക്കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഇങ്ങനെ ഒരുപാട് തട്ടിൽ നമുക്ക് കോടതിയില്ല. ഈ ഒരൊറ്റ കോടതിയിലും എനിക്ക് പോകാൻ കഴിയില്ല. ഞാൻ എൻ്റെ നികുതി ഷീട്ടും എൻ്റെ ആധാരവുമായിട്ട് ഞാൻ പോകേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. അവിടെ താടി വെച്ച ഒരു മൊയ്ലാറായിരിക്കും അവിടുത്തെ ജഡ്ജി. മുത്തലബി എന്നാണ് പേര്, മുത്തവല്ലി. അപ്പൊ മുത്തവല്ലിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ജഡ്ജി എന്ന് പറയുന്നത് മതം പഠിച്ച, മതത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പുരോഹിതനായിരിക്കും. അപ്പൊ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു നിയമം. ഇസ്ലാമിക വഖഫ് ബോർഡ് ഹിന്ദുവിന്റെ ക്രിസ്ത്യാനിയുടെ സ്വത്തിന് അവകാശവാദം ഉന്നയിച്ച് നോട്ടീസ് പതിച്ചാൽ നമ്മൾ ചെല്ലേണ്ടത് ഭാരതത്തിലെ ഒരു കോടതിയിലേക്കുമല്ലായിരുന്നു, വഖഫ് ട്രൈബ്യൂണലായിരുന്നു. അതിനി മാറും. സാധാരണഗതിയിൽ സ്വത്ത് തർക്കം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കോടതികളിൽ എന്തൊക്കെയാണ് വ്യവഹാരം അത് ചെയ്താൽ മതിയാവും. 12ാമത്തേത്, വഖഫ് സ്വത്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മുത്തവല്ലി എല്ലാ മാസവും സെൻട്രൽ പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ മാസക്കണക്കുകളും വർഷാവസാനം വർഷക്കണക്കും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുള്ള ഒരു ഐഡിയയും നിലവിൽ വഖഫിലില്ല. അതെല്ലാം കൃത്യമാക്കുവാൻ പോവുകയാണ്. നമ്മുടെ നോട്ട് നിരോധനം നടത്തിയതിനു ശേഷമല്ലേ ഈ രാജ്യത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടായത്. കാരണം 14 ലക്ഷം കോടി രൂപയുടെ 500ന്റെ 1000ന്റെ നോട്ട് അച്ചടിച്ച് റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ട് അതിൽ 4 ലക്ഷം കോടി രൂപ ബാങ്കിലേക്ക് വരുന്നതേയില്ല. അത് സമാന്തര സർവീസായിട്ട് കള്ളപ്പണമായിട്ട് ഭാരതത്തിലൂടെ കറങ്ങി നടക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഭൂമാഫിയ, ക്വാറി മാഫിയ, ഒരുപാട് മാഫിയകൾ ഉണ്ടായിരുന്നു. ഒരുപാട് മാഫിയകൾ ഇന്ന് നിന്നുപോയി. എന്തുകൊണ്ടായിരുന്നു? കാരണം അതിനെല്ലാം കറക്റ്റാക്കി നരേന്ദ്രമോദി എന്നത് കൊണ്ടാണ്. ഇനി അടുത്തത് 13, വഖഫ് ഭൂമിയിൽ എൻക്രോച്ച് നടന്നാൽ അത് ഒഴിപ്പിക്കുവാനുള്ള ക്രിമിനൽ അധികാരം വഖഫ് ട്രിബ്യൂണലായിരുന്നു. അതിന് ജില്ലാ കളക്ടറേക്ക് മാറും. ഇനി വഖഫ് ബോർഡിന്റെ അണ്ടറിലുള്ള ഭൂമി ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഇനി മുസ്ലിങ്ങൾ തന്നെ കയ്യേറിയാലോ? അത് ഒഴിപ്പിക്കേണ്ടത് ഇനി മുതൽ കോടതിയാണ്. അങ്ങനെയായിരിക്കണം. ഈ രാജ്യത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും സെഷൻസ് കോടതിയും ഒക്കെ ഉണ്ട്. ഈ നാട്ടിൽ ഒരാളുടെ സ്വത്ത് മറ്റൊരാൾ കയ്യേറിയാൽ അത് തീരുമാനിക്കേണ്ടതും ഒഴിപ്പിക്കേണ്ടതുമെല്ലാം ഇന്ത്യൻ നിയമപ്രകാരമായിരിക്കണം, ഇസ്ലാമിക നിയമപ്രകാരം ആകരുത് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ KC വേണുഗോപാൽ അതിനിടയിൽ വല്ലാത്തൊരു വിഡ്ഢിത്തം പറഞ്ഞു. ഈ അമുസ്ലിങ്ങൾ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അല്ല അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ വഖഫ് ബോർഡിൽ കൊണ്ടുവരുന്നു, ദേവസ്വം ബോർഡിൽ നിങ്ങൾ മുസ്ലിങ്ങളെ വെക്കുമോ? ഇത് അജാന്തര വ്യത്യാസമുണ്ട് മിസ്റ്റർ KC വേണുഗോപാൽ. ഇതിനൊന്നും ഒരു ബന്ധവുമില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ സ്വത്തുകൾ സംരക്ഷിക്കേണ്ട ഒരു ബോർഡ് മാത്രമാണ്. ഒരു മുസൽമാന്റെ ക്രിസ്ത്യാനിയുടെ സ്വത്ത് പിടിച്ചെടുക്കുവാനുള്ളതല്ല. അങ്ങനെ ഒരു റിപ്പോർട്ട്, അങ്ങനെയുള്ള ഒരു സംഭവം ഇന്നേ വരെ ദേവസ്വം ബോർഡ് ചരിത്രത്തിൽ നടന്നിട്ടില്ല. എന്നാൽ കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ വഖഫ് ബോർഡിന്റെ തെറ്റായ നടപടിയിലൂടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റു പലരുടെയും പിടിച്ചെടുത്ത കേസുകൾ കോടതിക്ക് മുന്നിലുണ്ട്, അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ ഉണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കണം. അപ്പൊ ഇതെല്ലാം അധികാരങ്ങളെല്ലാം വഖഫ് ബോർഡിനെ വഖഫ് ബോർഡിന്റെ സ്വത്ത് ആരെങ്കിലും കയ്യേറിയാൽ അതും നമ്മുടെ
ജില്ലാ കലക്ടറിലേക്ക് മാറും. 14-ാമത്തത് ജില്ലാ കലക്ടറെയും രജിസ്ട്രാറെയും ബോർഡിന് മുന്നിൽ വിളിച്ചു വരുത്തുവാനും അവർക്ക് ഉത്തരവ് നൽകുവാനുള്ള വഖഫ് ബോർഡിന്റെ അധികാരം എടുത്തു മാറ്റും. ആലോചിച്ച് നോക്കൂ, IAS കാരനായ ജില്ലാ കലക്ടറെയും രജിസ്ട്രാറെയും ബോർഡിന് മുന്നിൽ വിളിച്ചു വരുന്നു. അതായത് വഖഫ് ബോർഡിന്റെ മുന്നിൽ മുത്തവല്ലി വിളിച്ചു വരുത്തി അവരെ കൂട്ടിൽ നിർത്തി ചോദ്യം ചോദിച്ച് ആലോചിച്ച് നോക്കുക. 3-ാം ക്ലാസ്സും മദ്രസ വിദ്യാഭ്യാസവും ഗുസ്തിയും സ്വന്തമായിട്ടുള്ള ഈ മുത്തവല്ലിയുടെ മുന്നിൽ ഇന്ത്യൻ സിവിൽ സർവീസ് വാങ്ങിയ ആള് വന്നു നിന്ന് അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഭവ്യതയോട് നിൽക്കേണ്ട ഗതികേടായിരുന്നു കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്ന് നാം മനസ്സിലാക്കണം. അതൊക്കെ എടുത്തു മാറ്റി വഖഫ് ബോർഡിനുള്ള അധികാരം ജില്ലാ കലക്ടർക്കാണ്, വഖഫ് ബോർഡിനുള്ള അധികാരം ഇന്ത്യൻ കോടതികൾക്കാണ്. ഇതാണ് 14. 15-ാമത്തത് വഖഫ് സ്വത്തുകളിൽ സംശയം തോന്നിയാൽ അത് പരിശോധിച്ച് തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രിബ്യൂണൽ തന്നെയായിരുന്നു. ഇനി മുതൽ അത്തരം അന്വേഷണം നടത്തുന്നത് ജില്ലാ കളക്ടറും തീരുമാനമെടുക്കുന്നത് കോടതിയുമായിരിക്കും. ഈ 15 നിയമങ്ങളാണ്, ഭേദഗതികളാണ് വഖഫ് ബോർഡിൽ വരാൻ പോകുന്നത്. ലോകസഭയിൽ ഇത് പാസ്സായി, രാജ്യസഭയിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഈ ബില്ല് ആക്ടായി മാറും, നിയമമായി മാറും. നമ്മുടെ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആ മുസ്ലിങ്ങളുടെ സ്വത്തുകൾ കുറച്ചാളുകൾ ചേർന്ന് അഴിമതിയിൽ മുങ്ങിക്കുളിപ്പിക്കാൻ പാടില്ല. ഇത് മുസ്ലിങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. ആ ചെയ്യുന്നതിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നു കയറുന്നു. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി സാധാരണ പ്രധാനമന്ത്രിയല്ല. ഈ രാജ്യത്തിന്റെ കോടതിയുടെയും ഭരണഘടനയുടെയും കീഴിൽ ഈ രാജ്യത്തിലെ മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും പാഴ്സിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും വരണം. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസിൽ എല്ലാവർക്കും കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. സിവിൽ കേസ് കല്യാണ കാര്യത്തിലും സ്വത്തവകാശത്തിലും ഞങ്ങൾക്ക് ഇന്ത്യക്കാരുടെ നിയമം വേണ്ട, ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമം മതി. ക്രിമിനൽ കേസിൽ ഇന്ത്യൻ നിയമം മതി, സിവിൽ കേസിൽ ഞങ്ങൾക്ക് ഏത് പറ്റില്ല, ഇസ്ലാമിന്റെ നിയമം പറ്റില്ല. ക്രിമിനൽ കേസിൽ ഇസ്ലാമിക നിയമം വന്നാലോ കട്ടവന്റെ കൈവെട്ടണം, വ്യഭിചരിച്ചവരെ ഉടുതുകൊണ്ട് വരിഞ്ഞു കെട്ടി കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതൊക്കെയാണ് സൗദി അറേബ്യയിൽ നടക്കുന്ന നിയമം. ഇന്ത്യയിൽ പറ്റുമോ? അയ്യോ, ഞങ്ങൾക്കത് വേണ്ട. അതാണ് പറയുന്നത്. എന്നാൽ സ്വത്തവകാശം, ഭാര്യയെ ഉപേക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, വിവാഹം, ഇതിലൊക്കെ മറ്റുള്ളവർക്ക് ബാധകമായ നിയമങ്ങൾ പറ്റില്ലേ? അത് പറ്റില്ല. അതിന് ഇസ്ലാമിക നിയമം. ഇതാണ് ഏക സിവിൽ കോഡ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരൊറ്റ നിയമം, ഒരു രാജ്യം, ഒരു നിയമം. അത് കല്യാണ കാര്യത്തില് നാളെ മുതൽ ഇസ്ലാമിന്റെ നിയമം ഈ കല്യാണമൊക്കെ ഗുരുവായൂരിൽ വെച്ച് നടത്താനാണ് തീരുമാനം. അല്ല, മതാചാരപ്രകാരവും മതവിശ്വാസ പ്രകാരവും ഒക്കെ. പക്ഷെ വിവാഹമോചനം നടത്തുന്നത് കോടതിയുടെ മുന്നിലായിരിക്കണം. മോചിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കേണ്ടതാണ്. ആണിന്റെ അതേ സ്വത്തവകാശം പെണ്ണിനും വേണ്ടതുണ്ട്. അതൊന്നും നിലവിൽ ഇസ്ലാമിലില്ല. ആണിന് 1.5 ഏക്കർ ഭൂമിയുണ്ട്, അതിൽ ആണിന് 1 ഏക്കറും പെണ്ണിന് 50 സെന്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന നിയമങ്ങൾ ഇനിയും വരുമ്പോൾ ഇത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയും ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന്. മുസ്ലിങ്ങൾക്കെതിരല്ല ഇത്. ഇതെല്ലാം ശരിയാക്കിയെടുക്കുകയാണ്. എല്ലാം തെറ്റായിപ്പോയ ഒരു രാജ്യത്ത് രാജ്യം തന്നെ വെട്ടിമുറിച്ച് മുസൽമാന് കൊടുത്തിട്ടും ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊരു വേർതിരിവ് ഉണ്ടായി. ഈ രാജ്യത്തിലെ 143 കോടി ജനങ്ങളെ ക്ലാസ് മുറിയിൽ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണുമ്പോഴും നാണവും മാനവും ഇല്ലാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നു ഇത് മതേതര ഇന്ത്യയാണെന്ന്. മതേതര ഇന്ത്യയിലാണ് ക്ലാസ് മുറിയിൽ മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഇത് മാറണം. സാമ്പത്തിക സംവരണം വേണം, ഏക സിവിൽ കോഡ് വരണം. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 11 കൊല്ലം കൊണ്ട് ഒരുപാട് ശരിയാക്കി, ഇനിയും ഒത്തിരി ശരിയാക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വഖഫ് നിയമം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ രാജ്യത്തിന്റെ കോടതി കണ്ടറിലേക്ക് മുസ്ലിങ്ങളുടെ സ്വത്തുക്കളെ വരുത്തുന്ന ഈ രാജ്യത്തിലെ എല്ലാ നിയമങ്ങളും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എങ്ങനെ ബാധകമാണോ അതുപോലെ മുസൽമാനും ബാധകമാണെന്ന് പറയുമ്പോൾ ഈ ബഹളത്തിന്റെ ഒരാവശ്യവുമില്ലെന്നറിയുക. നന്ദി, നമസ്കാരം.